മറ്റു വാർത്തയിലേക്ക് പോകണം. കോഴിക്കോട്ട് നിന്ന് സർവീസ് ആരംഭിച്ച KSRTC ഡീലക്സ് ബസ് കർണാടകയിലെ രാംനഗറിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു. ഡ്രൈവറും കണ്ടക്ടറും മരിച്ചു. നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റുവെന്നാണ് ലഭിക്കുന്ന വിവരം. 20ഓളം യാത്രക്കാർക്ക് പരിക്കേറ്റുവെന്ന് അറിയുന്നുണ്ട്. നടുറോഡിലെ ഡിവൈഡറിലേക്ക് ഈ ബസ് ഇടിച്ചു കയറി തല കീഴ്മേ മറിയുകയായിരുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. മുൻഭാഗവും വശങ്ങളുമൊക്കെ പൂർണ്ണമായും തകരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ടായി. MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, 20ഓളം ആളുകൾക്ക് പരിക്ക് എന്നാണ് നമുക്ക് ലഭിക്കുന്ന പുതിയ വിവരം. മറ്റെന്താണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ? രഞ്ജിത്ത്, അങ്ങേയറ്റം ദാരുണമായ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ഓടുന്ന KSRTC ഡീലക്സ് ബസ്സാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി 9:30-ക്കാണ് ഈ വാഹനം കോഴിക്കോട് ഡിപ്പോയിൽ നിന്നും പുറപ്പെട്ടത്. അതിനുശേഷം പുലർച്ചെ ഏതാണ്ട് 6 മണിയോടുകൂടി ആണ് ഈ അപകടം ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബംഗളൂരു രാമനഗര അഭിഘടിത എന്ന സ്ഥലത്തായിരുന്നു അപകടം ഉണ്ടായത്. റോഡിന്റെ ഡിവൈഡറിൽ തട്ടി ഈ ബസ് തലകീഴായി മറിയുകയായിരുന്നു. രണ്ട് KSRTC ജീവനക്കാർ ഇതിൽ മരിച്ചിട്ടുണ്ട്. അതിലൊരാൾ ഡ്രൈവറും ഒരാൾ കണ്ടക്ടറുമാണ്. ബസ് ഈ ഡിവൈഡറിൽ തട്ടി മറിഞ്ഞ ശേഷം തല കീഴായി മറിഞ്ഞു. 20ഓളം ആളുകൾക്കും പരിക്കുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ 4 പേരുടെ ആരോഗ്യനില ഗുരുതരമാണ്. കോഴിക്കോട് സ്വദേശികളായ ആളുകൾ തന്നെയാണ് ഈ KSRTC ജീവനക്കാർ. അതിൽ ഒരാൾ സ്ഥിര ജീവനക്കാരനും ഒരാൾ താൽക്കാലിക ജീവനക്കാരനുമാണ്. അതിൽ തൊണ്ടയാട് സ്വദേശിയാണ് അരുൺ എന്നയാൾ. മിഥിലേഷ് വെള്ളയിൽ സ്വദേശിയാണ്. അരുൺ സ്ഥിരം ആളും മിഥിലേഷ് ബദൽ ഡ്രൈവറുമാണ്. എന്തായാലും ഇതിൽ ചില വീഴ്ചകളും KSRTCയുടെ ഭാഗത്തുനിന്നും ഉണ്ട് എന്നാണ് നമുക്ക് ജീവനക്കാരുമായി മറ്റും സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം അരുൺ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എത്തിയതിന്റെ തൊട്ട് പിന്നാലെയാണ് അടുത്ത ദിവസം മിഥിലേഷ് നൈറ്റ് ഡ്യൂട്ടി ചെയ്തതിന്റെ തൊട്ട് പിന്നാലെയാണ് അടുത്ത ദിവസം രാവിലെ വീണ്ടും ഡ്യൂട്ടി എത്തിയിട്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം 1 മാസം മാത്രമേ ഈ ബദൽ ഡ്രൈവറായി അദ്ദേഹം സർവീസിൽ പ്രവേശിച്ചിട്ട് ആവുന്നുള്ളൂ. കാര്യമായ അത്ര പരിചയസമ്പന്നനായ ഡ്രൈവർ അല്ല, അല്ലെങ്കിൽ ഒരുപാട് പരിചയമുള്ള ആളല്ല. KSRTCയിൽ നേരത്തെ തന്നെ ഈ അപകടങ്ങൾക്ക് ഉണ്ടാവുന്ന സാഹചര്യത്തിൽ പരിചയസമ്പന്നരായ ആളുകളെ വേണം ദീർഘദൂര സർവീസുകൾക്ക് നിയോഗിക്കാൻ എന്ന ഒരു ഉത്തരവൊക്കെ ഇറങ്ങിയിരുന്നു. പക്ഷേ ഇവിടെ അത് പാലിക്കപ്പെട്ടിട്ട് താൽക്കാലികമായി താമരശ്ശേരി റൂട്ടിലും മറ്റുമൊക്കെയായിരുന്നു ഈ മിഥിലേഷ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് വളരെ പെട്ടെന്ന് ഈ ബാംഗ്ലൂരേക്കുള്ള ദീർഘദൂര സർവീസിലേക്ക് അദ്ദേഹത്തിന് മാറ്റം കൊടുക്കുകയും ചെയ്തത്. എന്തായാലും പരിക്ക് പറ്റിയവർ ഇപ്പോൾ ബംഗളൂരുവിലെ ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ കഴിയുകയാണ്. 4 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് അവിടെ നിന്നും അറിയാൻ കഴിയുന്നത്. രഞ്ജിത്ത്, ശരി. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു.